ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, നമ്മളെല്ലാവരും പലരും അവിടേക്ക് പോയിട്ടുണ്ടാകാം, പലരും അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാവാം വീഡിയോസുകൾ. നമ്മുടെ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള പുത്തൻപള്ളിയുടെ മുകൾ ഭാഗം, ബൈബിൾ ടവർ എന്നറിയപ്പെടുന്ന ആ സംഭവബഹുലമായ ആ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതായത് ഇപ്പോൾ പലതരം റീൽസുകളും പല രാജ്യങ്ങളുടെയും പല നാടുകളുടെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ സ്വന്തം തൃശ്ശൂരിൻ്റെ, നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ന്യൂ ചർച്ച് എന്നും പുത്തൻപള്ളി തന്നെയാണ്. അതായത് എന്നും പുത്തൻപള്ളി, ഞാൻ പല എൻ്റെ റീലുകളിലും എഴുതുന്ന പോലെ തന്നെ എന്നും പുത്തൻപള്ളിയാണ്. ഏത് കാലഘട്ടത്തിലായാലും, ഞാനിപ്പോൾ ഈ പുത്തൻപള്ളി കണ്ടു തുടങ്ങിയിട്ട് 90 കാലങ്ങളിൽ ഞാനിങ്ങനെ പഠിക്കാനൊക്കെ PDCക്കൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോൾ നമ്മളിടയ്ക്ക് കയറുന്നൊരു സ്ഥലമാണ് പുത്തൻപള്ളി. വന്ന് തൊട്ട് തന്നെ നമ്മൾ ആശ്ചര്യപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതായത് എന്തൊക്കെയാണ് ഒരു ദേവാലയം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എവിടെയാണെങ്കിൽ തന്നെയും അവിടെ നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ടവറിൻ്റെ പണി കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഒരുപാടായിട്ടുണ്ട് എങ്കിൽ തന്നെയും എനിക്ക് അവിടേക്ക് എത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഞാനാണെങ്കിൽ അവിടേക്ക് എത്തിയത് ഈ കഴിഞ്ഞ 2 ദിവസം മുൻപായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചകൾ ഏറെക്കുറെ തൃശ്ശൂരിൻ്റെ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ജില്ലകൾ, അല്ലെങ്കിൽ ഒരുപാട് എന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമ്മൾക്ക് ഇവിടെ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബൈനോക്കുലറും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണുവാൻ സാധിക്കും. അപ്പോൾ കണ്ട മറ്റൊരു പ്രത്യേകത, ഈ അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഒക്കെ പണിയുന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ പണിയുന്ന ആളുകളുടെ ആ ഒരു റിസ്ക്, ഒരു ഹാർഡ് വർക്ക് ഒക്കെ ഇവിടെ ഞങ്ങൾക്ക് ആ സമയം കൊണ്ട് കാണുവാൻ സാധിച്ചു. ഒരാൾക്ക് ബൈബിൾ ടവറിൻ്റെ മുകളിൽ കയറുന്നതിന് 20 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ നമുക്ക് ആ നിലയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള സമയം അവർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ റിന്യൂ ചെയ്യാം വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി വീട്ടിലേക്ക് പോരാം. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയം തന്നെ അവിടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സൂര്യൻ അസ്തമിച്ച് കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ റിന്യൂ ചെയ്യാൻ നിന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സൂര്യനെ പകർത്തിയിട്ട് പതുക്കെ നമ്മുടെ വണ്ടിയുമായിട്ട് അങ്ങനെ വീടെത്താം എന്നുള്ള ഒരു കണ്ടീഷനിൽ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അവിടുത്തെ ഫ്ലാഗാണ്. മറ്റൊരു പള്ളി പോലെയൊക്കെ തോന്നിക്കുന്ന പോലെ, പണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പലരും അവിടെ പള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് മറ്റുള്ള ദേശക്കാരെ വ്രണപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കയറിയിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഒരു വീഡിയോസ് പോലെ ചെയ്യാം എന്ന് കരുതി. എൻ്റെ ഫോൺ അതിന് മതിയാവില്ല, എങ്കിൽ തന്നെയും പറ്റാവുന്ന വിധത്തിൽ